അവന്മാര് വരികയാണെങ്കിൽ എന്തൊരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ. നിനക്ക് നീ ഏത് ഗ്യാങ്ങിലാടാ പപ്പുകുട്ട? അല്ല നീ ഏതാ ഗ്യാങ് ഏതാ? ഒരേ കുടുംബല്ലേ? ഒരേ കുടുംബല്ലേ? വെറുതെ ഗ്യാങ് ഇട്ടൂടെ? ഇടുന്നുണ്ടോ? ഞാൻ ഇടട്ടെ മോട്ടായി ഞാനിടായിരുന്നു. ബോട്ട് എടുത്ത് ബോട്ടിട്ടേന്ന് കുറച്ചുപേര്. നമ്മള് നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കത്തിപ്പോയത്. അപ്പൊ ആളാരായിരുന്നു? അത് നമ്മളൊന്നും പറയായിരുന്നെങ്കിൽ അതൊന്നും പറയാം. ബ്രോ ഒരാള് ഞാൻ പറഞ്ഞുതരാം. ആ വണ്ടി ഇരുന്ന സമയത്താണ് അവര് ഞങ്ങൾ ഹോസ്പിറ്റലോട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഏതൊരു വണ്ടി ഹിറ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അവന്റെ പിഒവിൽ ഇടിച്ചില്ല. സൈറക്സ് ആയിരുന്നു. സൈറക്സ് ആണോ? ഓക്കെ, സൈറക്സിന്റെ കാര്യം അല്ല ബ്രോ. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് കൊണയടിച്ചൊരു പയ്യനുണ്ടായിരുന്നു. ഈ കണ്ണിൽ ഇങ്ങനെ ബ്ലാക്ക്. അത് ആരാണെന്നാണ് ചോദിച്ചത്. അയ്യോ, ഇത് ഞാൻ എവിടെ സംസാരിക്കുന്നത്? ഹലോ ബ്രോ, ഹലോ കേക്കാമോ? ബ്രോ ഞാൻ അവിടെ അടി ഉണ്ടായ സമയത്ത് നിങ്ങളുടെ കണ്ണില് ഒരു ബ്ലാക്ക് ഇത് വെച്ച ഒരു പുള്ളി ഉണ്ടായിരുന്നു. അത് ആരാന്നാ ചോദിച്ചത് ബ്രോ? ബ്രോയാണോ അവിടെ നിന്ന് സംസാരിച്ചത്? പേരെന്തോ? അല്ല പേരെന്താ? പേര് എത്ര വട്ടം നിന്നോട് ഞാൻ ചോദിച്ചു നിന്റെ പേര്? അപ്പൊ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ പറയാൻ. സോറിയും പറഞ്ഞ നിന്റെ പേരും ചോദിച്ചു. പേര് ചോദിച്ചപ്പോഴത്തേക്ക് നീ എന്തോന്നും പറഞ്ഞ വണ്ടി കയറി അങ്ങ് പോയി. എടാ അറ്റ്ലീസ്റ്റ് നിന്റെ ഗ്യാങ്ങിൽ ആരാണേലും ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോ അറ്റ്ലീസ്റ്റ് മര്യാദയ്ക്ക് അവിടെ നിന്ന് സംസാരിക്കാനുള്ള ഇത് കാണിക്കണം കേട്ടോ. നീ എന്തോ പേര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞ പേര് ചോദിച്ചില്ലല്ലോ. എടാ നീ ഇപ്പൊ പറഞ്ഞ പേര് ചോദിച്ചില്ലല്ലോ. എന്നിട്ട് നീ തന്നെ പറയുന്നത് പേര് പറഞ്ഞത്. എടാ ഞാൻ പേര് ചോദിച്ചില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പേര് ചോദിച്ചില്ലെന്നല്ലേടാ നീ പറഞ്ഞത് ഇപ്പം? അല്ല ഞാൻ പേര് ചോദിച്ചില്ലെന്നാണോ നീ പറഞ്ഞത്? പിന്നെ അങ്ങനെ നീ ചുമ്മാ ഇരുന്നോ? ഞാൻ ത്രക്സ് എന്ന് പറഞ്ഞിട്ട് കിടന്നാ? ഞാൻ നിന്റെ പേര് ഇപ്പോഴാണല്ലോ അത് ഇട്ട് കേൾക്കുന്നത്. എടാ സോറി ചോദിച്ചു, സോറി പറയാൻ പറ്റില്ല. സോറി കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീ സോറി പറയാണെ പോയിക്കോ. ഞാൻ സോറി പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ആണല്ലോടാ അവിടെ കൊണ അടിച്ചത്. നീ കൊണ അടിച്ചല്ലേടാ? നീ കൊണ അടിച്ചതിന് സോറി പറഞ്ഞിട്ട് പോടി. അപ്പൊ എങ്ങനെ സിറ്റുവേഷൻ ആയിട്ട് തിരികെ എടുക്കാനാണോ താല്പര്യം? അപ്പൊ പിന്നെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. സോറി പറയാൻ പറ്റത്തില്ലെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെ എടുക്കണം. നീ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് പോ. എടാ ഞാൻ ഓക്കെ, ഞാൻ അതാടാ പറഞ്ഞ നിനക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സോറി പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായോ? ഇവന് വയ്യടാ ഇവനക്ക്. നീ ഗ്യാങ് തന്നെയാടേ അതോ വല്ല നേഴ്സറി പോയി കയറാ? നീ ഒരു നേഴ്സറി ഇട്, എന്നിട്ട് അവളെ പാലും കുടിച്ചിരി കേട്ടാ. അവനൊരു സോറി പറഞ്ഞത് വിടാൻ ബ്രോ. അവൻ കൊണ അടിച്ചതിനാണ് സോറി പറയാൻ പറഞ്ഞത്. പറ്റുമെങ്കിൽ പറയടാ. എന്താടാ ഇതൊക്കെ? എന്താ നീ അവിടെ നിന്ന് എന്തൊക്കെയാ പറഞ്ഞില്ലടാ? അതിനുള്ളത് സോറി പറഞ്ഞിട്ട് പോകും. ഓക്കെ. നിങ്ങളെ ആദ്യം ഒരു വട്ടം വണ്ടി ഇടിച്ച് സോറി പറഞ്ഞു. രണ്ടാമതും വണ്ടി ഇടിച്ചല്ലോ, അതിന് ത്രിക്സ് നീ ഒരു സോറി പറഞ്ഞോ വണ്ടി ഇടിച്ചതിന്? വണ്ടി ഇടിച്ച് നിന്റെ ഗ്യാങ് ആണോ? ഗ്യാങ് നിന്റെ ആണോ? നോട്ടെന്ന് പറയുന്ന ഈ തീട്ടക്കണ്ടി ഗ്യാങ് നിന്റെ ആണോ? ആണെങ്കിൽ സോറി പറഞ്ഞിട്ട് പോടാ. സോറി ചെയ്യാൻ പറ്റൂലെങ്കിൽ ആ സിറ്റുവേഷൻ ആയിട്ട് തന്നെ എടുക്കാം. അത് തന്നെ എനിക്ക് താല്പര്യം. നിന്റെ സോറി ആയിട്ടിട്ട് എനിക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കാല്ലേ. സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. പാടാന്ന പിന്നെ വാ ഉണ്ടാക്ക്. നീ അടിച്ചിടാൻ പറ്റുമെങ്കിൽ അടിച്ചിട്ട് ഉണ്ടാക്കടാ. നിന്റെ സോറിയും പറയുന്നത് എനിക്ക് അല്ലെങ്കിലും കേൾക്കണ്ട. നിന്റെ സോറി എടുക്കാൻ വേണ്ടി അല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാണിച്ചതാ. വാ നിന്റെ ഒക്കെ സോറി ഇട്ടിട്ട് ഇവിടെ ഒന്നും കിട്ടാനില്ല. നിന്നെ അടിക്കാൻ തന്നെ ഇവിടെ ഒന്ന്. ഒന്ന് പോടാ മോണ്ണെ, ഇറങ്ങി പോടാ. റേഡിയോ ഇറങ്ങി പോടാ മോണ്ണെ. എടാ മൊണ്ണത്തിട്ടമേ ഇറങ്ങി പോടാ. റേഡിയോ ഇറങ്ങി പോടാ. പട്ടിത്തിട്ടകളെ ഇറങ്ങി പോടാ. പാൽക്കുപ്പികളെ ഇറങ്ങിപ്പോക്കോ. തീട്ടക്കണ്ടി. എടാ ഇനി കൊണ അടിക്കടാ. നീ പറ്റുമെങ്കിൽ വാ വന്നടിച്ചിട്.
നീ പറ്റേക്ക് വന്നാ അടിച്ചിടും. അയ്യേ 5 പേരെ ഒന്ന് സോറി പറഞ്ഞു എന്നിട്ട് അവന് പറ്റൂലെന്ന്. എടാ ഏതൊക്കെ കൊച്ചിറക്കൻ വാവച്ചി മോളൊക്കെ പോയി പാല് പിടിച്ച് ഇവിടെ തുറക്കാൻ നോക്ക്, അല്ലെങ്കിൽ ചേട്ടന്മാരെല്ലാം കൂടെ കൈ മെഞ്ഞ് കളയും കേട്ടാ. ആ ഏയ് പിള്ളേരെ എടാ പിള്ളേർക്ക് ഉണ്ടോ സിറ്റിയിൽ? ഗ്യാങ്ങിലൊക്കെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുമോ? എന്താ ബ്രോ ഈ പിള്ളേർക്ക് ഗ്യാങ്ങിലോടെ? കൊച്ചു പിള്ളേർക്ക് ഗ്യാങ്ങിലാ? 15 വയസ്സുള്ള പയ്യനാടാ, 15 വയസ്സുള്ളവനെടാ, 15 വയസ്സുള്ളവനെ കിടന്ന് കൊണയാ. എന്താ സബർജില്ല സബർജില്ലെന്നാ സബർജില്ല. ആ എടാ ഒരു മിനിറ്റടാ എടാ ഈ കൊച്ചു പയ്യന്റെ പേരെന്തോ? മോന്റെ പേരെന്തോടാ? ഇവിടെ മോന്റെ പേരെന്തോടാ? മോനെ പേരെന്താ? മോനെ പേരെന്താ? എന്താ എടാ എന്താണ് പേരാണോടാ ഇങ്ങനെ? ഇതെങ്ങനെ എഴുതി? അതെ അതെ എടാ ഇവന്മാരുടെ ഗ്യാങ്ങിന്റെ പേര് കേട്ടോ? അളിയാ മാഡിക്കണ്ടി ഇവന്മാരുടെ ഗ്യാങ്ങിന്റെ പേരുണ്ടോ? നോട്ട് 69. അതായിരിക്കും 69 അടിച്ചിരിക്കല്ലടാ, അതാ സംസാരിക്കത്ര പാട്. ദൂരാമുട്ടി എടാ ഇതെങ്ങനെ ഇനിഷ്യലല്ലേ? മച്ചു ഇതാരാണ്? ഇത് കുറുപ്പാണോ? എടാ വാടാ നമ്മുടെ റേഡിയോ കയറാടാ, അമ്മമാര് പോയില്ലേ? കണ്ണാപ്പി എവിടെ പോയടാ? കണ്ണാപ്പി എവിടെ പോയി? അതാണ് ഞാൻ കണ്ണാപ്പിയാണ് കണ്ടത്. കണ്ണാപ്പി അവൻ പള്ളി എടുത്തിട്ട് കള്ളൻ. ഓ എത്ര കാലടാ നമ്മള് കളിച്ചിട്ട് ഏടാ കളി തന്നെ. ബോബ എന്തായിരുന്നു ബോബ റേഡിയോയില് എന്തോ ഒരു ഡയലോഗ് കേട്ടോ? റേഡിയോ ഇട്ടപ്പോ നിന്റെ റേഡിയോയിലോട്ടാണ് സോറി പറഞ്ഞിട്ട് നീ പോയാ മതിയടാ. അയ്യോ സ്നൈപ്പന്നോടാ മാഡി ഇറ്റാച്ചി ഇല്ലടാ, ഇറ്റാച്ചി കളിച്ച് നോക്കണം. ആ കണ്ണാപ്പിയെ കോണ കഴിഞ്ഞ് നീ നിന്നെ മിസ് ചെയ്തടാ. മറ്റേ അവൻ റക്സോ അവനുണ്ടായിരുന്നു നിന്നെ തെറി വിളിച്ച അവയൻ. അവനിട്ട് കൊടുത്തില്ലേ? അവനായിട്ട് ആ അവസാനം ഇപ്പൊ കുട്ടിയില്ലേ ട്രിഗറാക്കിയില്ലേ നമ്മള്?
അവനെ ഫോൺ വിളിച്ചപ്പോ കൊടക്കല്ലോ അവനെ ഇപ്പൊ തുടങ്ങി എടാ അവനെ സത്യം പറഞ്ഞ കുണച്ചെന്ന് ചോദിച്ചാ അവസാനം ഇപ്പൊ കുണച്ച് അതുവരെ മാന്യനായിരുന്നു മറ്റേ അമ്പത്തിരങ്ങ് പൊട്ടിച്ച് തോക്കിന് പടി ഉണ്ടാക്കല്ലേടാ ചന്ദ്ര ചുമ്മാ കഴിഞ്ഞ് വലിച്ചൊരു അടി പഠിച്ചു വിടെ അടി എടാ സ്നൈപ്പ് എവിടാ സ്നൈപ്പ് എവിടാ എല്ലാ വണ്ടിയും പറ്റും ഇവന് 16 പേര് വായ്പ പോയതല്ല എടാ ഇതാടാ സ്നൈപ്പ് ഇതാ വണ്ടി ഇതല്ലേ വണ്ടി ഇതൊന്ന് മാർക്ക് വീഴാത്ത എടാ മാർക്ക് പറയടാ സെക്കൻഡറി വെട്ടി കിടക്കുന്നു ഇല്ല ഞാനല്ല വണ്ടി എടുക്കുന്ന എടാ സ്നൈപ്പ് സ്നൈപ്പ് ഏതാ അത് കണ്ണാപ്പി കയറി അടുത്ത വണ്ടി കയറി ആക്കടാ അക്കടി അക്കടി എടാ എനിക്ക് മാർക്ക് വരുന്നില്ലടാ ഇറങ്ങി ഇടിച്ചെറിപ്പിച്ചാലാ പോയി പിള്ളേർ ഇടുന്നുണ്ടോ വാ വാ ഓക്കെ ഓക്കെ കുത്തില്ല 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 ചിൽ ചിൽ അതിന് തള്ളരുതേ നിങ്ങൾ ബാക്കിൽ സപ്പോർട്ട് തരാം വെയിറ്റ് ബാക്ക് അവന്മാര് നോക്കുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയ നിന്റെ തള്ളല്ലേ അവിടെ തള്ളല്ലേ തള്ളുവാണെ പറയണം കേട്ടോ തള്ളുവാണെ കോള് പറ ഇല്ല ഇല്ല എന്റെ വണ്ടി നിർത്തിട്ടില്ല എന്നോട് നിർത്തിട്ടില്ല എന്നോട് നിർത്തിട്ടില്ല നിങ്ങൾ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വരാമോ സമയം ഡിലേ ആക്കരുത് നിങ്ങൾ വരണം നമ്മൾ വെയിറ്റ് കൊടുക്കാം വെയിറ്റ് കഴിഞ്ഞു 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 അടിച്ചൊക്കെ എറിഞ്ഞ നമ്മളിവിടെ ഉണ്ണാൻ തുടങ്ങിയിട്ട് 4 സൈഡിൽ നിന്ന് പള്ളിയാ വരാം 4 സൈഡിൽ നിന്ന് അതായത് അവന്മാരുടെ 1 or 2 പേര് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ അങ്ങ് നമ്മുടെ ഗ്യാങ്സിന്റെ ആ ഏരിയയിലിട്ടോ വന്ന വഴി സ്റ്റാൻഡി വന്ന വഴി ഇതല്ലടാ കണ്ണാപ്പി അവനേതാ കണ്ണാപ്പി എവിടെയാ കണ്ണാപ്പി നമ്മള് ചന്ദ്രനുണ്ട് എന്റെ വണ്ടി തീർന്നില്ലേ
നമ്മുടെ വണ്ടി സീനായിരുന്നില്ലേ എന്ത് സീനാ പറഞ്ഞില്ലേ തന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് മാത്രം അടിച്ചുള്ളൂ ഇവനെ നമ്മുടെ ബാക്കിൽ കിടിലായി സപ്പോർട്ട് എടുത്തത് നൈസായിരുന്നു ഞാനൊരു ക്യാമറ കൊണക്കുന്നുണ്ട് കൊണ അടിച്ചമാരത് മാത്രം കൊണക്കി കേട്ടോ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടില്ലേ നമ്മുടെ ബാക്കിൽ കുത്തി അവനെ അടിച്ചു വന്ന് അവന്റെ അവസ്ഥയിൽ അയ്യോ വണ്ടി ഒന്നും പറയില്ല നമ്മുടെ വണ്ടി അവിടെ പണിഞ്ഞ് ഇറക്കി അവിടെ കുറെ കഷ്ടപ്പെട്ട് പണിഞ്ഞാണ് ടെമ്പററി സസ്പെൻഡ് എടാ ഈ ഗ്യാങ് സിറ്റിയിൽ ഉണ്ടായിരുന്നാ ഓജി ഞാനവിടെ ഒരുത്തനെ വെച്ച് പിതുക്കിയേ അവൻ തീ കയറി മരിച്ചടാ നീല അവൻ തീ കയറി മരിച്ചോ പിന്നെ എത്രയാണ് അറിയാ ഗ്യാങ് ഇരിക്കുന്നത് കൂടെ കോച്ച് കോച്ച് അവന്മാരെ ഫ്രണ്ടിൽ അങ്ങോട്ട് നീ ഒരു ചെയർ ഇട്ട് ഇരിക്കണേ അതൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ ഇത്ര പെട്ടെന്ന് തീർക്കാനായിരുന്നു എന്തിനാണ് എത്ര കൊട അടിച്ചത് കുറച്ചെങ്കിലും സമയത്താണ് പണ്ട് മറ്റേ ആൾക്കാർ കളിച്ച ടൈം ഇതൊക്കെ എന്താണ് ഇതൊക്കെ കഴിഞ്ഞില്ല സ്നൈപ്പ് കൊറേ നാളെ സാൻഡി നമ്മള് വെടിവെച്ചിട്ട് എന്തോ സന്തോഷമാണ് അവർക്ക് കിട്ടിയ ഞാൻ സത്യമായിട്ടും ഞാൻ അറിയാതെ അടിച്ചത് അളിയാ അളിയാ സത്യമായിട്ട് ഞാൻ നിനക്ക് ഹെൽമെറ്റ് എന്നുള്ള കണ്ടില്ല അളിയാ ചന്ദ്രനെ ഒന്ന് പൊക്കടാ സോറിയടാ ആണോ അയ്യോ അളിയാ നിനക്ക് തേടാ നീ ദൂരെ നോക്കിയപ്പോ ചന്ദ്രകത്ത അയ്യേ ചന്ദ്രു നാണക്കേട് ചന്ദ്ര 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 അവ പേര് ചന്ദ്ര അല്ലല്ല സിറ്റുവേഷനിൽ എത്തല്ല ചന്ദ്രു എങ്ങനെ പല പട്ടികളും പറയും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാണെന്ന് ഞാൻ അറിഞ്ഞോണ്ട് പ്യൂർ അറിഞ്ഞോണ്ട് അതിന്റെ പേരിൽ റിവെഞ്ച് ഒന്നും എടുക്കരുത് കേട്ടാ എടുക്കൂടാ ഇപ്പൊ തന്നെ വിളിച്ചു പറയടാ 5 ദിവസത്തിന് അടുത്ത് നീ ഗെയിമിനകത്ത് റിവെഞ്ച് എടുത്താലും റിയൽ ലൈഫിൽ റിവെഞ്ച് എടുക്കരുത് വഞ്ചിക്കും അവനെ ഇത് ആദ്യം ഒന്ന് നോക്കണേ ഇപ്പൊ തന്നെ 5 ദിവസത്തിന് വിളിച്ച് പറയണം അല്ല അതിലും വലിയതൊക്കെ വണ്ടിയിൽ അവിടെ സൈൻസോടെ കഥ അവിടെ 2 ബോർഡിന്റെ അവിടെ അത് വെക്കണം അണ്ണാ ഇതിന് പകരം ചോദിക്കും പകരത്തിന് പകരം അറിഞ്ഞോണ്ടല്ല ചന്ദ്ര അറിഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിന്നെ വന്ന് താറ്റുകയും കളിയാക്കുകയും ചെയ്തേനെ ഞാൻ എന്നാലും അണ്ണനെ നീയാണെന്ന് പോലും കണ്ടില്ലേ ഞാനിന്ന് വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി ശരിക്കുമായിരുന്നു വാച്ചസ്
ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. വയ്യാതെ കിടക്കുന്ന അവള് സ്പെഷ്യൽ ഫുഡ് നിന്റെ അച്ഛൻ വന്നുണ്ടാക്കിയ ഇത് അവിടെ സ്നൈപ്പ് പ്രസംഗം തുടങ്ങി അറിഞ്ഞ കണ്ടാ? അവിടെ സ്നൈപ്പ് പ്രസംഗം തുടങ്ങി മറ്റാന്മാരുടെ അടുത്ത്. നീ ഒന്നും അറിഞ്ഞില്ലല്ലോ, നീയൊക്കെ തൊട്ട് കളിച്ച് ഇരുമ്പിനെയാണെന്നൊക്കെ പറഞ്ഞ്. സ്നൈപ്പേ എന്ത് പറയണ സ്നൈപ്പേ? നീയൊക്കെ തൊട്ട് കളിച്ച് ഇരുമ്പിനെയാണ്. പ്രിയവാർ എന്നാണോ? പ്രിയവാർ എടാ പ്രിയവാർ എന്നാണോ? പ്രിയവാർ ടൈം ഉണ്ടോ? അപ്പൊ ശരി, പ്രീ വാറിൽ കാണാം. ഇനി തരാം. ബൈ ബൈ. മാറുന്ന വെടിമാർക്കുള്ള വാസമുണ്ട് അണ്ണാ. ശരിയാണ് നമ്മള് അണ്ണാ. പിക്കടാ ഞാൻ 4 പിക്ക് എടുത്തറിയോ? എടാ ഈ ഹോസ്റ്റലിനെ പൊക്കിക്കൊണ്ടോടാ. ഇവനാദ്യം കൊന്നയാണ് നീ, ഓർമ്മയുണ്ടോ? ഇവനെ എടാ വെയിറ്റ് എടാ ഇവനായിരുന്നാ? വാസുണ്ണ ഇപ്പൊ ലാസ്റ്റ് കൊന്നില്ല എലിയുള്ളവൻ. അവൻ ഓൾറെഡി മരിച്ചതാ. നമ്മൾ അവനെ കൊന്നോ ഇനിഷ്യല്? ഇല്ലടാ EMS. എടാ ഞാൻ ചത്തറ ഹെലികോപ്റ്റർ തൂങ്ങി വന്ന സൈഡിൽ ഇങ്ങനെ കൊലവെട്ടിലൊക്കെ തൂങ്ങി വരുന്നവൻ, അത് ഇവനായിരുന്നോ? എടാ ആ ഹെലി ആരോടിക്കണേ? വേറെ വണ്ടി ഇവിടെയൊക്കെ കത്തി കിടപ്പുണ്ടേ, പെട്രോൾ നക്കിൾസാ ഇല്ല. എന്നോട് കയറി നീ. അപ്പുറത്തോട്ട് നീങ്ങി. ആ